നമസ്കാരം, ജനയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയമായി മാറിയ രാജമൗലി ചിത്രമായ ബാഹുബലി വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നു. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ബാഹുബലി ദ ബിഗിനിങ് റിലീസ് ചെയ്ത് 10 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ചിത്രം ബാഹുബലി ദി എപ്പിക്സ് എന്ന പേരിൽ ഒക്ടോബർ 31 രാജ്യത്തുടനീളം വീണ്ടും പ്രദർശനത്തിനെത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് 2 മിനിറ്റ് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള പുതിയ ട്രെയിലറും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട്. ചിത്രത്തിലെ പ്രശസ്തമായ രംഗങ്ങളും ഐക്കോണിക് ഡയലോഗുകളും പുതുക്കിയ ദൃശ്യ മികവോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2015 റിലീസ് ചെയ്ത ബാഹുബലി ദ ബിഗിനിങ് 2017 രണ്ടാം ഭാഗമായ ബാഹുബലി ദി കൺക്ലൂഷനും ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം മാറ്റി എഴുതിയ വമ്പൻ ചിത്രങ്ങളായിരുന്നു. 4K ഗുണമേന്മയിൽ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്ന ഈ ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത് പ്രമുഖ വിതരണ സ്ഥാപനമായ സെഞ്ചുറി ഫിലിംസ് ആണ്. മമ്മൂട്ടി ഫാൻസിന് ഇതാ ഒരു സർപ്രൈസ് ന്യൂസ്. മാർക്കോ, കാട്ടാളൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തുകയാണ്. മമ്മൂട്ടിയും യുവ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ആദ്യമായി ഒരുമിച്ചെത്തുന്ന പുതിയ സിനിമയുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. ഉണ്ണിമുകുന്ദനെ നായകനാക്കി പുറത്തിറങ്ങിയ മാർക്കോയുടെ ബ്രഹ്മാണ്ഡ വിജയത്തിന് ശേഷം ഒരുങ്ങുന്ന ചിത്രമാണ് കാട്ടാളൻ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. മമ്മൂട്ടി ഇതുവരെ കാണാത്തൊരു കഥാപാത്രത്തിലായിരിക്കും ഈ ചിത്രത്തിൽ എത്തുകയെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. തിരിച്ചുവരവൊരു ഗോൾഡൻ ഡക്കായി മടങ്ങാനായിരുന്നു ന്യൂസിലൻഡ് സൂപ്പർ താരം കെയ്ൻ വില്യംസിന്റെ എൻട്രി. ഇംഗ്ലണ്ടിനെതിരെയുള്ള 1-ാം ഏകദിനത്തിലാണ് മത്സരത്തിന്റെ 2-ാം ഓവറിൽ താരം ബാറ്റിംഗിന് ഇറങ്ങിയത്. 7 മാസത്തിന് ശേഷം ടീമിലെത്തിയ താരം ആദ്യ പന്തിൽ തന്നെ ക്രീസ് വിട്ടുപോയി. ഓപ്പണർ വില്യം പുറത്തായതിനു ശേഷമാണ് വില്യംസൺ ന്യൂസിലൻഡിനായി എത്തുന്നത്. വില്യംസണിന്റെ പ്രകടനം കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം. ആദ്യ പന്ത് തന്നെ വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലർക്ക് ക്യാച്ച് നൽകി മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ബ്രൈഡൻ കാർസണിനായിരുന്നു ആ വിക്കറ്റ് നേട്ടവും. ഇന്ത്യക്കെതിരെ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് വില്യംസൺ അവസാനമായി കളിച്ചത്. അതേസമയം ഇംഗ്ലണ്ടിനെതിരെയുള്ള 1-ാം ഏകദിനത്തിൽ കിവീസ് 4 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയിരുന്നു. ഡാരൽ മിച്ചലിന്റെ കരുത്തിലാണ് ടീമിന്റെ വിജയം. അർദ്ധ സെഞ്ചുറി നേടിയ ഡാരൽ മിച്ചൽ മികച്ച ഫോമിലുമായിരുന്നു. ഇംഗ്ലണ്ട് ഉയർത്തി 224 റൺസിന്റെ വിജയലക്ഷ്യം കിവികൾ 80 പന്തുകൾ ബാക്കി നിൽക്കെ കണ്ടെത്തുകയായിരുന്നു. സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം.